ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് എൻ്റെ നാലാമത്തെ ഡേ ആണ്. അൽമാട്ടിയിലെ നാലാമത്തെ ഡേ. ഇന്നലെ മൂന്നാമത്തെ ദിവസം കാര്യമായിട്ട് എവിടെയും പോയിട്ടൊന്നുമില്ല. കാരണം നമ്മൾ മെനിയാന്ന് ഓൾറെഡി ഷിംബോലാക്കിലും സിറ്റി ടൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ പോയ സ്ഥലത്ത് തന്നെ പോയി. അപ്പോൾ കാര്യമായിട്ട് വീഡിയോ ഒന്നും എടുക്കാനില്ല. പക്ഷേ ഇന്ന് നമുക്കൊരു ലോങ് ജേണിയാണ്. ഇപ്പോൾ സമയം പുലർച്ചെ 4:45. നമ്മളെ ടൂറിൻ്റെ ആൾ 5 മണിക്ക് വരും. ഇന്നൊരു ലോങ് ജേണിയാണ് ഇന്ന്. അതായത് ചാരിൻ കാനിയോൺ, ലേക്ക് കൈൻഡി, ലേക്ക് കൊൾസായി, അങ്ങനെ ഒരു 3 സ്ഥലത്ത് നമുക്ക് ഇന്ന് പോകാനുണ്ട്. ഏകദേശം ഒരു 12-14 മണിക്കൂറത്തെ ഒരു ട്രിപ്പ് തന്നെ ആയിരിക്കും ഇന്നത്തേത്. ഇപ്പോൾ 5 മണിക്ക് അവർ വരും. നമ്മളിപ്പോൾ റെഡി ആയിട്ട് ഹോട്ടൽ റിസപ്ഷനിൽ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, ഞാൻ താഴേക്ക് ഇറങ്ങാണ്. നമ്മളെ ആള് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞേ. നമ്മളെ വണ്ടി എത്തി. നമ്മളിതാ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം 5 മണിയാണ്. ഇപ്പോൾ കസാക്കിസ്ഥാൻ, വെരി നൈസ്. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ ടൂർ ഓപ്പറേറ്റർ. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ചാരിയൻ കാനിയനിലേക്ക് പോകുന്ന വഴിയിലാണുള്ളത്. അതിനിടയിൽ നമ്മളിതൊരു ചെറിയ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടില്ല, ഇവിടെ നമ്മൾ ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. അത്യാവശ്യം സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക, അതുപോലെ തന്നെ ഒന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആവാം. ചെറിയ ബ്രേക്ക് എടുത്ത് എഗ്ഗ്, കോഫി. നമ്മൾ ആ ചെറിയ ബ്രേക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ യാത്ര തുടരാണ്. ഏകദേശം 200 കിലോമീറ്ററോളം ഉണ്ട് ചാരിയൻ കാനിയനിലൊക്കെ അൽമാട്ടി സിറ്റിയിൽ നിന്ന്. ചാരിയൻ കാനിയൻ്റെ പാർക്കിങ്ങിലെത്തി. ഇതാ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത്. ഇപ്പോൾ സമയം 8:30 മണി. അതൊക്കെ കണ്ടോ, എന്നിട്ട് മരുഭൂമിയിൽ പോലുള്ള ഒരു സ്ഥലം. അവിടേക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നടന്ന് പോകുന്ന കാണാം. ഉണ്ടോ? അപ്പോൾ ഇവിടെ കാണാം ചാരിയൻ കാനിയൻ. ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഇതാണ് സംഭവം. അതായത് ഒരു മലയിടുക്ക്. We can get started from there, and thank you. എന്താണ് ചാരിയൻ കാനിയോൺ? ചാരി എന്ന് പറയുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഒന്ന് കാനിയോൺ, അതായത് ഒരു മലയിടുക്ക്. ഒരു ബ്രൗൺ കളർ, അതായത് റെഡ് സാൻഡില്ലേ, റെഡ് സാൻഡിൻ്റെ ഒരു മല, അതിൻ്റെ ഇടുക്ക്. അതിലൂടെ നമ്മളിങ്ങനെ നടക്കുക. അതാണ് ഒരു 2 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കാനുണ്ടാവും. And after this, there's gonna be in the middle. There's gonna be big rock. So as you can see, so this part is like pretty low, and after this, it's gonna start like being. We're gonna go deeper inside of the canyon, and this part is
കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ താഴേക്ക് ഇറങ്ങി 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 ഇങ്ങനെ പോവാണ്. സ്റ്റെപ്പ് ഇറങ്ങി താഴെത്താനായി. ഏകദേശം 1.5-2 കിലോമീറ്ററോളം നീ നമുക്ക് നടക്കാനുണ്ട്. ശരിക്കുള്ള ഏരിയ വരാൻ പോകുന്നുള്ളൂ. നല്ല സണ്ണി ഡേ ആണ്. 8:45 നല്ല സണ്ണി. അവർ ആദ്യം പറഞ്ഞിട്ടുണ്ട് സൺസ്ക്രീനൊക്കെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ഗോൾസ്, റെഡ് സാൻഡിൻ്റെ ഒരു ഗോൾസ്. നമുക്കിങ്ങനെ ഈ ഒരു മലയിടുക്കിലൂടെ 2 കിലോമീറ്ററോളം ഇങ്ങനെ ഈ എൻഡിൽ വരെ ഇങ്ങനെ നടക്കാം. കംപ്ലീറ്റ് കണ്ടോ ബ്രൗൺ അല്ലെങ്കിൽ റെഡ് സാൻഡ്. നമ്മൾ ടീമൊക്കെ ഒരുപാട് മുൻപിലെത്തി. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് പതുക്കെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇവിടെ ഈ മണ്ണിലൊക്കെ ചിലപ്പോൾ പാമ്പുണ്ടാവും എന്നുള്ളത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കളറുള്ള പാമ്പ്. അപ്പോൾ ശരിക്കും നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. മണ്ണിൻ്റെ കളറുള്ള പാമ്പ് ഇവിടെ ഉണ്ടാവും. അടിപൊളിയാട്ടോ. അങ്ങനെ അതായത് വേറൊരു ലാൻഡ് കംപ്ലീറ്റ്ലി റെഡ് അല്ലെങ്കിൽ ബ്രൗൺ കളറുള്ള ഈ ഒരു മൗണ്ടൻ, 2 ഭാഗത്ത് മൗണ്ടന് ഫുള്ള് സാൻഡ് ബ്രൗണ്. ഈ ഒരു കാനിയോണ് ശരിക്കും ഇതിലൂടെ നടക്കുമ്പോൾ നമ്മൾ ആ മൂവി ഉണ്ടല്ലേ, മാഡ് മാക്സ് ഫ്യൂരി റോഡ് മൂവി കണ്ടിട്ടില്ലേ, അതിലുള്ള ഫൈറ്റ് സീനൊക്കെ ഉണ്ടല്ലോ ലാസ്റ്റിലുള്ള ഒരു കാനിയോൺ ത്രൂ ഉള്ള. ഏകദേശം നമ്മൾ ആ ഒരു ലൊക്കേഷനിൽ കൂടെ ഒക്കെ പോകുന്ന പോലെ തോന്നിക്കും. അങ്ങനെ കുറേ നടക്കാണ്ട് ഇനി അങ്ങോട്ടേക്ക്. ഇവിടെ കണ്ടോ ഇങ്ങനെ വാനൊക്കെ ഉണ്ട്. അതായത് നമുക്ക് നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ ഇങ്ങനെ വരാം. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1.5 കിലോമീറ്ററോളം നടന്ന് ഇതാ ഈ ഒരു പോയിന്റിലെത്തി. ഇനിയിപ്പോൾ നമുക്കൊരു 1/2 കിലോമീറ്ററും കൂടി അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അവിടെ എൻഡിൽ ഒരു റിവറാണ്. ഏകദേശം ഇതുപോലെ തന്നെ ഒരു ഏരിയ. പിന്നെ നമുക്ക് ഇന്ന് ഒരുപാട് യാത്ര ചെയ്യാനുള്ളതല്ലോ. ഇനി 2 സ്ഥലത്ത് നമുക്ക് പോകാനുണ്ട്. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 9:45 ആയി. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് കുറച്ച് സ്പെൻഡ് ചെയ്യുക, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക, പിന്നെ നേരെ തിരിഞ്ഞ് നടക്കാം. കാലമായി നമ്മളിതാ തിരിച്ച് നമ്മളെ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ എത്തിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മളെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ബ്ലാക്ക് കാനിയൻ. അതായത് ഇവിടെ ഒരു റിവർ ഉണ്ട്. നമുക്ക് അതിൻ്റെ അടുത്ത് പോവാം, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. അത് തന്നെ ദൂരെ കാണട്ടോ സ്നോ മൗണ്ടൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇത് ഏകദേശം നമ്മൾ ചൈന ബോർഡറിലൊക്കെ ആയിട്ട് അടുത്താണ്. ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അതാ നല്ല ഡെപ്ത് ഉണ്ട് കേട്ടോ റിവർ. നമ്മൾ നേരത്തെ കണ്ടത് ചാരിയൻ കാനിയനാണ്, റെഡായിരുന്നു. ഇത് ബ്ലാക്ക് കാനിയാണ്, കംപ്ലീറ്റ് ബ്ലാക്കാണ്. അതിൻ്റെ താഴെ ഒരു റിവറൊക്കെ കാണാം. നമുക്ക് അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ സ്വിങ്ങിങ് ഒക്കെ ഉണ്ട്. ഈ സ്വിങ്ങിങ് ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നേരെ താഴെ ആ കൊക്കയിലേക്ക്.
ഒരു മലയിടക്ക് അതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ മൗണ്ടൻസ് കാണാം, പിന്നെ അതിൻ്റെ ദൂരെ കാണാം സ്നോ മൗണ്ടൻസ്. നല്ല അടിപൊളി കേട്ടോ. ശരിക്കും ക്യാമറയിൽ കാണുന്നതിനെക്കാട്ടി നല്ല അടിപൊളിയാണ് നമ്മൾ നേരിട്ട് കാണുമ്പോഴുണ്ടല്ലോ. നമ്മളെ മൂവിയിലൊക്കെ ഓരോ പാട്ടിൻ്റെ ലൊക്കേഷൻ പോലെ ഉണ്ട് ഇവിടെയൊക്കെ. എത്ര ഏരിയ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഈ ചാരിയൻഗനിലൊക്കെ വരുമ്പോൾ നമ്മൾ അൽമാട്ടി സിറ്റിയിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ആളുകളില്ലാത്തൊരു ഏരിയ. വേൾഡിലെ 9th ലാർജസ്റ്റ് കൺട്രി ആണെങ്കിലും പോപ്പുലേഷൻ എന്ന് പറയുന്ന വെറും 20 മില്യൺ മാത്രമാണ് ഈ കസാക്കിസ്ഥാനിൽ. അത് നമ്മളെ കേരളത്തിലുള്ള അത്ര പോപ്പുലേഷൻ വരെ ഇല്ല ഈ കസാക്കിസ്ഥാനിൽ. അപ്പോൾ ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് നമ്മളിതാ ഈ ബ്ലാക്ക് കാനിയൻ ഇവിടെ സ്പെൻഡ് ചെയ്ത് ഇനി നമ്മൾ നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക്. ഓ അപ്പോൾ നമ്മൾ ബ്ലാക്ക് കാനിയനിൽ ഏകദേശം 45 മിനിറ്റ്സ് 45 മിനിറ്റ് ശേഷം നമ്മളിത് അവിടെ അടുത്ത ഡെസ്റ്റിനേഷനായ ലേക്ക് കൈൻഡി. ലേക്ക് കൈൻഡിക്ക് നമ്മളെ വാൻ ഇവിടെ പാർക്ക് ചെയ്യണം. അവരുടെ വേറെ വണ്ടിയുണ്ട്, അതിലേ പോകാൻ പറ്റുള്ളൂ. അതുപോലത്തെ വാനുണ്ട്. ഈ വാനിലായിരിക്കും ഇനി നമ്മൾ ലേക്ക് കൈൻഡിൻ്റെ അങ്ങോട്ടേക്ക് പോവാം. നമ്മളെ വാന് ഇപ്പം തന്നെ ഇവിടെയൊക്കെ ഫുള്ള് സ്നോ ആണ്. നമ്മളിനി ഈ വാനിലാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നത്. ഇത് നമ്മളിനി അടുത്ത ഡെസ്റ്റിനേഷനിൽ ഈ വാനിൽ പോകുന്ന പ്രൈവറ്റ് കാറൊന്നും അലൗഡല്ല അങ്ങോട്ടേക്ക്. ഇത് പണ്ടത്തെ എനിക്ക് തോന്നുന്ന USSRന്റെ കാലത്തുള്ള വാനാണെന്ന് തോന്നുന്നത്. ഏകദേശം 30 മിനിറ്റ്സോളം ഉണ്ട്. നടു ഓടിച്ചു പോട്ടോ മാതിരി വേന 1.5 മണിക്കൂർ ഇരിക്കണം അതിൽ. ഫുള്ള് സ്നോ. എനിക്ക് തോന്നുന്നത് ലേക്കും ഫുള്ള് സ്നോ ആയിരിക്കും തോന്നുന്നത്. അപ്പോൾ 1/2 മണിക്കൂറിൽ നമ്മളിതാ ഈ വാനിലിവിടെ വന്ന് വാനിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും വേറെ നമ്മൾ ഹോസ്റ്റലോ വേറെ വണ്ടിയിലോ വേണം ലേക്ക് കൈൻഡിൻ്റെ അടുത്തേക്ക് പോകാൻ. ഈ വഴി ഉണ്ടല്ലോ, ഈ വാനിൽ വന്ന വഴി ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓഫ് റോഡ്. നമ്മൾ 900 കണ്ടിയിലൊക്കെ ഉണ്ടല്ലോ വയനാട്, അവിടെ ഓഫ് റോഡ് ജീപ്പിലൊക്കെ അല്ലേ പോകുക, അതുപോലുള്ളൊരു വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ നടുവിന് നല്ല പണി കിട്ടും. അപ്പം ഞാൻ ഏതായാലും ഈ വീഡിയോ ഇവിടുത്തെ വൈൻഡപ്പ് ചെയ്ത് വലിയ വീഡിയോ ആവും. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തതിൽ കാണാം ബാക്കിയുള്ള നമ്മളെ ലേക്ക് കൈൻഡി ലേക്ക് കോൾസായി. ഓക്കെ.